സ്ഥിരമായി മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള വമ്പൻ പദ്ധതിയുമായി മുന്നേറുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യ മനുഷ്യ കോളനി സ്ഥാപിക്കാനാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ആദ്യം റോബോട്ടിക് ദൗത്യങ്ങൾ നടത്തുകയും പിന്നീട് മനുഷ്യരെ എത്തിച്ച് ഭാഗിക മനുഷ്യവാസം പരീക്ഷിക്കുകയും ചെയ്യും. വാട്ടർ ഐസ് സാന്നിധ്യം ഉണ്ടാകാമെന്ന പ്രതീക്ഷയും ശാസ്ത്രീയ പഠനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണെന്ന വിലയിരുത്തലുമാണ് ദക്ഷിണ ധ്രുവം തിരഞ്ഞെടുക്കാൻ കാരണം. പുതിയ ലൂണാർ ഇക്കണോമിക് തുടക്കമിടാനും രാജ്യാന്തര സഹകരണം ഉറപ്പാക്കാനുമാണ് നാസയുടെ നീക്കം. ആർടെമിസ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നിരവധി ദൗത്യങ്ങളാണ് നാസ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്ലൂ ഒറിജിന്റെ ബ്ലൂ മൂൺ ലാൻഡർ ഉപയോഗിച്ച് ശാസ്ത്രീയ ഉപകരണങ്ങൾ ചന്ദ്രനിലെത്തിക്കും. തുടർന്ന് ഗ്രിഫിൻ ലാൻഡറും ഫ്ലിപ്പ് റോവറും ഉപയോഗിച്ച് ചന്ദ്രോപരിതലത്തിൽ പരീക്ഷണങ്ങൾ നടത്തും. ഇൻറ്റ്യൂട്ടീവ് മെഷീൻസിന്റെ നോവ സി ലാൻഡർ വഴി ലൂണാർ സ്വാൾസിനെ കുറിച്ചുള്ള പഠനങ്ങളും നടക്കും. റോവറുകൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളും നാസ നൽകിയിട്ടുണ്ട്. ബഹിരാകാശ സഞ്ചാരികളെയും ചരക്കുകളെയും കൊണ്ടുപോകാൻ കഴിയുന്ന പ്രത്യേക വാഹനങ്ങളായിരിക്കും ഇവ. 2028 ആർടെമിസ് ലാൻഡിംഗ് നടത്താനാണ് നാസയുടെ ലക്ഷ്യം. ചന്ദ്രനിൽ സ്ഥിരം മനുഷ്യവാസത്തിന് ആവശ്യമായ വൈദ്യുതി, ഹാബിറ്റാറ്റ് മൊഡ്യൂളുകൾ, യാത്രാ സംവിധാനങ്ങൾ എന്നിവയും വികസിപ്പിക്കും. ഭാവിയിൽ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാനുള്ള ദൗത്യത്തിനുള്ള പ്രധാന ചുവടുവെപ്പായാണ് ഈ പദ്ധതിയെ നാസ കാണുന്നത്. മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല, ദീർഘകാല മനുഷ്യവാസം യാഥാർത്ഥ്യമാക്കുകയാണ് ഈ ബൃഹത്തായ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.